അമ്മ നേരത്തെ എണീറ്റ് അടുക്കളയിൽ കേറിയോ? ഞാൻ എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ രാവിലെ നേരത്തെ എണീറ്റു. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും 7 മണി വരെ കിടന്നുറങ്ങാറില്ല. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ പണിയൊക്കെ തീർക്കുകയെ. രാവിലെ തന്നെ മോൾ എങ്ങോട്ടാ? എന്റെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരുടെ കൂടെ ഒന്ന് പുറത്തു പോയിട്ട് വരാം അമ്മേ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കല്യാണം കഴിഞ്ഞ അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാറില്ല. മോളെ പറയുന്നോണ്ടൊന്നും തോന്നില്ലേ, ഈ കുട്ടി ട്രൗസറും പെനീനും ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കുന്നത് ഞങ്ങളുടെ തറവാടിന് ചേർന്നതല്ല. എന്റെ വീട്ടിൽ ഞാൻ ഇത് തന്നെയായിരുന്നു ഇട്ടിരുന്നേ. എനിക്കിതാ കംഫർട്ട്. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ഇങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കാറില്ല. മോളുടെ നെറ്റിയിലെ സിന്ദൂരം എന്തിയേ? അത് ഈ ഡ്രസ്സിന്റെ കൂടെ സിന്ദൂരം തൊട്ടാ മാച്ചാവില്ല, അതാ പിന്നെ തൊടാതിരുന്നേ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കല്യാണം കഴിഞ്ഞാൽ സിന്ദൂരം തൊടാതെ പുറത്തുപോലും ഇറങ്ങാറില്ല. സമയം എത്രയായി? സമയം 7 മണിയായമ്മേ. എന്താ ഇവിടുത്തെ ക്ലോക്ക് കേടാണോ? എന്നോടെന്താ ചോദിച്ചേ? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും 6 മണി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. അല്ല, മോളെങ്ങോട്ടാ? ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാൻ പോവാ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും ആണുങ്ങളുടെ കൂടെ കയറിയിരുന്ന് കഴിക്കാനിരിക്കാറില്ല. ആണുങ്ങൾ കഴിച്ചെഴുന്നേറ്റിട്ടേ കഴിക്കാനിരിക്കാറുള്ളേ. നിങ്ങളുടെ തറവാട്ടിൽ അങ്ങനെയായിരിക്കും. ഞങ്ങളുടെ തറവാട്ടിലെ അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും മക്കളും മരുമക്കളും എല്ലാരും ഒന്നിച്ചിരുന്നാ ഫുഡ് കഴിക്കുന്നേ. അത് പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ടാ. അല്ലാതെ അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. എനിക്കെന്തായാലും വിശക്കുക, ഞാൻ കഴിക്കാൻ പോവാ. അമ്മ കഴിക്കുന്നില്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കുവോ? എന്നാ പിന്നെ ഞാൻ മാത്രം എന്തിനാ കഴിക്കാതിരിക്കുന്നേ? എന്റെ തറവാട്ടിലും എല്ലാരും ഒന്നിച്ചിരുന്നാ കഴിക്കുന്നേ. ഞാനും കൂടെ കയറിയിരുന്ന് കഴിച്ചേക്കാം.